എൻ്റെ പേര് ഷിബു കെ ജോർജ്. ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് 2019 നവംബറിലാണ്. ഞാൻ 2022 എനിക്ക് ലഭിച്ച സാക്ഷ്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം 2023 മെയ് മാസം ഞാൻ ഇവിടെ ഉടമ്പടി വെച്ചു. ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന കാര്യം, എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ മോളാണ്. ഇവിടെ ISC +2 ആണ് പഠിക്കുന്നത്. ISC പഠിക്കുന്നവർക്ക് അറിയാം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയാം. ഇവർ വളരെ രാത്രിയിൽ ഇന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു. ഇവർക്ക് 90% മാർക്ക് ലഭിക്കണമേ മാതാവേ എന്ന്. അങ്ങനെ ഇവിടെ പരീക്ഷയ്ക്ക് പോയപ്പോൾ കാശുവും ഇവിടെ ഉടുപ്പിനകത്താക്കി കൊടുത്തു വിടുകയും ഇവിടെ തൈലം കൊടുത്ത് കുരിശ് വരയ്ക്കുകയും ചെയ്തു വിട്ടു. റിസൾട്ട് വന്നപ്പോൾ അനുഭവമായി പോയി. ഇവർക്ക് 89% മാർക്കും സ്കൂളിലെ ടോപ്പറുമായിട്ട് ഇവർ മാറുകയും ചെയ്തു. പിന്നെ അടുത്ത കാര്യം ഞാൻ വെച്ചിരുന്നത്, എൻ്റെ രണ്ടാമത്തെ മോള് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കല്യാണം ആലോചിച്ചപ്പോൾ അവർക്ക് കറക്റ്റ് കല്യാണപ്രായം ആയുള്ളൂ. എന്നാലും എൻ്റെ ആഗ്രഹം സമയത്ത് തന്നെ മാതാവ് കല്യാണം നടത്തി തരണം എന്നായിരുന്നു. അങ്ങനെ ഒരു ചെറുക്കിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആഗ്രഹിച്ചതുപോലെ ദൈവവിശ്വാസമുള്ള ഒരു മകനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ കല്യാണം നടക്കാനായിട്ട് അവൻ്റെ ജ്യേഷ്ഠൻ വിദേശത്തായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ജൂണിലാണ് അതിൻ്റെ ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ജൂൺ മാസമായപ്പോൾ ഭയങ്കര മഴക്കാലമൊക്കെ ആരംഭിച്ചു. ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കിയപ്പോൾ 3 ഡേറ്റ് പ്രാർത്ഥിച്ചു. ജൂൺ 6, 9, 17 ഞങ്ങളുടെ കല്യാണത്തിന് ഡേറ്റ്. ഞങ്ങളുടെ ഒത്തുകല്യാണത്തിനന്ന് നല്ല മഴയായിരുന്നു. പക്ഷേ ദൈവം മാതാവിൻ്റെ പ്രാർത്ഥന കേട്ട് ആ കല്യാണത്തിനും ഒത്തുകല്യാണത്തിനും നല്ല കാലാവസ്ഥ എന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഇവിടെ ബിസിനസ് നടത്തുന്ന ആളാണ്. ഞാനവിടെ ഒരു റൂം വാങ്ങാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ അത് ബാങ്ക് CC റൂമായിരുന്നു. അത് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇവിടെ ഉടമ്പടി വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവേ, അത് എനിക്ക് വാങ്ങിക്കുവാൻ അനുഗ്രഹം നീ തരുവാണെങ്കിൽ മാത്രമേ വാങ്ങിക്കാൻ അനുവദിക്കാവൂ എന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് മാർക്കറ്റിൽ എല്ലാവരും മേടിക്കാൻ ആഗ്രഹിച്ചതിനേക്കാളും 10 ലക്ഷം രൂപ താത്ത് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ റൂം വാങ്ങുവാനായിട്ട് സാധിച്ചു. പിന്നെ എൻ്റെ ഒരു പേപ്പർ സർക്കാർ ഓഫീസിൽ മാറാനുണ്ടായിരുന്നു. ഞാൻ അവിടെ മാറുവാൻ ചെന്നപ്പോൾ അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഒരു 40 പേരുടെ പേപ്പർ ആ ഓഫീസിൽ ഇരിപ്പുണ്ട്. ഞാൻ ആരും കാണാതെ മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് ആ ഓഫീസിലും എനിക്ക് മാറി തരേണ്ട ഉദ്യോഗസ്ഥൻ്റെ മേശയ്ക്ക് ചുറ്റും ഇട്ടിട്ട് ആരും കാണാതെ പോന്നു. 8 ദിവസം കഴിഞ്ഞപ്പോൾ 41ാമത്തെ ആളായ എൻ്റെ പേപ്പർ മാത്രം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ശരിയാക്കി കിട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ ഒരു സാക്ഷ്യം മുഖായിട്ട് വെച്ചിരുന്നത്, എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികരുടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആത്മാർത്ഥത്തോട് പ്രാർത്ഥിച്ചു, മാതാവേ, നമ്മുടെ സഭയിൽ ഒരു വിഘടനം ഉണ്ടാകാതെ ആ പ്രശ്നം തീരണമെന്ന്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അത് രമ്യത്തിലായി തീർന്നു. പിന്നെ ഞാൻ ഒരു സ്ഥലം എനിക്ക് വിൽക്കാനുണ്ടായിരുന്നു. ആ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ടവർ പ്രാർത്ഥിച്ചു. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ അത് കച്ചവടം നടക്കുകയും 1 വർഷം കൊണ്ട് ഇടപാട് തീർത്തി എനിക്ക് അതിൻ്റെ പൈസ കിട്ടുകയും ചെയ്തു. പിന്നെ ഞാനൊരു വഴിക്ക് ടൂർ പോയപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് നിന്ന് പെട്ടെന്ന് സൗണ്ട് ഉണ്ടായി. എന്തോ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ മാതാവിൻ്റെ ഉപ്പ് വാങ്ങെടുത്ത് ചുറ്റും പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ വീട്ടിലെത്തുവാനായിട്ട് സാധിച്ചു. പിന്നെ എനിക്ക് കുറച്ച് പണം കിട്ടാനുണ്ടായിരുന്നു. ഞാനത് ഇവിടെ ഒന്ന് ഉടമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതെനിക്ക് കുറേശ്ശെയായിട്ട് പണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോഴും ഇന്നൊന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രേക്ഷിതർ ചെന്ന് എനിക്ക് കടയായിരുന്നുകൊണ്ട് എൻ്റെ പത്രം കൊടുക്കുന്ന കടയിൽ വരുന്നവർക്കും ഞാൻ വഴി കാണുന്നവർക്കും അയൽക്കാർക്കൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ ഹോസ്പിറ്റൽ മിഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറ്റുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യും. പിന്നെ പത്രം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ആർക്കുവേണ്ടി പ്രാർത്ഥിച്ചാലും മാതാവേ അവരെ അനുഗ്രഹിക്കണമെന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ